ബഹുമാനപ്പെട്ട ദേവദാസൻ പ്രതിയാൽ പ്രിയ സിജിൻ പാസ്റ്റർ, സഭയുടെ സ്തോത്രം സെക്രട്ടറി ആയിരിക്കുന്ന കുഞ്ഞുവലിച്ചാൻ, സാധൻ ബ്രദർ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രതിയാൽ സ്തോത്രം. അതിഥികളായിട്ട് ആരുമില്ല. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകം നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥനയും എൻ്റെ സ്നേഹവന്ദനത്വം ഞാൻ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ഇടയാക്കി തന്ന നല്ലൊരു അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വായിച്ച സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. സ്തോത്രം. 8-ാം സങ്കീർത്തനത്തിൽ നിന്ന് വായിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മൾക്ക് സഭയായി ഇടയാക്കി തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ദൈവദാസൻ പറഞ്ഞപ്പോൾ സ്തോത്രം അത് ശിരസാലെടുക്കുവാൻ സ്വർഗത്തിൽ ദൈവം എന്നെ ബലപ്പെടുത്തി. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. 3 സങ്കീർത്തനങ്ങളാണ് ഗദ്യരാഗത്തിൽ എഴുതിയിരിക്കുന്നത്. 81-ാം സങ്കീർത്തനവും 84-ാം സങ്കീർത്തനവും അപ്പോൾ തന്നെ 8-ാമത്തെ സങ്കീർത്തനവും ഗദ്യരാഗം എന്ന് കാണുവാനിടയായി തീരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് മനുഷ്യൻ്റെ ഉൽപ്പത്തിയെയും മനുഷ്യൻ്റെ കഴിവിനെയും ഒക്കെ വർണ്ണിച്ച് ഒരു സങ്കീർത്തനമാണ്. വളരെ സ്തോത്രം ഞാൻ ചിന്തിക്കുവാനിടയായി തീർന്നു. സ്തോത്രമല്ലേ, ദാവീദ് തൻ്റെ ജീവിതത്തിൽ സ്തോത്രം ഒന്ന് പുറമോട്ട് പോയി ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. അതിൻ്റെ സ്തോത്രം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയ, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. 9-ാമത്തെ വാക്യം അവസാനിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സ്തോത്രം. അവിടെ എഴുതി, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ദാവീദ് സ്തോത്രം പറഞ്ഞ് സ്തോത്രം അങ്ങ് സന്തോഷം അവസാനിപ്പിക്കാൻ കഴിയാതെ ഒന്നുകൂടെ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുന്നിടത്ത് അതിൻ്റെ വാക്യങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതെയാക്കുവാൻ തന്നെ. സ്തോത്രം. അതിൻ്റെ 3-ാമത്തെ ഭാഗം, നിൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ മനുഷ്യൻ എന്ത്, മർത്യനെ ഓർക്കേണ്ടതിന് എന്ത്. അടുത്ത വചനമാണ്. സ്തോത്രം. 4-5 വാക്യങ്ങൾ ഇങ്ങനെ, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ മനുഷ്യപുത്രന്മാരെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തും മാത്രം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തതാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്. സ്തോത്രം. മനുഷ്യനെ ദൈവം നിർമ്മിച്ച സ്തോത്രം പാപം ചെയ്യാതിരുന്നൊരു മനുഷ്യനെക്കുറിച്ച് ദാവീദ് കാണുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. സ്തോത്രം. അല്ലേ, നമ്മൾ ചില്ലറക്കാരല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ്സുള്ള ഒരു സ്തോത്രം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ തേജസ് ഏറ്റെടുത്തിരിക്കുന്നൊരു വിഭാഗമാണ് നമ്മൾ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിനോട് ചോദിച്ചിട്ടുണ്ട്, നീ ഈ രാജ്യം, നിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കാൻ വന്നതാണോ? എന്നാലും കർത്താവ് യേശു ക്രിസ്തു പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല, നീ എന്തിനാ പേടിക്കുന്നത് രാജാവേ. സ്തോത്രം. ഹല്ലേലൂയ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ നിർമ്മിതിയെക്കുറിച്ചും ഉൽപ്പത്തിയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഹല്ലേലൂയ. സ്തോത്രം. എന്നെ പലപ്പോഴും അതിശയപ്പെടുത്തിയിട്ടുള്ളൊരു ജീനാണ് മനുഷ്യൻ്റെ ജീനെന്ന് പറയുന്നത്. സ്തോത്രം. ബുദ്ധിയിലും ഓർമ്മശക്തിയിലൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതെല്ലാം തികഞ്ഞ ഒരു പൂർണ്ണതയിലുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് മനുഷ്യനാണ്. സ്തോത്രം. മനുഷ്യനോളം പൂർണ്ണതയുള്ളത് കർത്താവായ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഇത്രത്തോളം പൂർണ്ണതയുള്ളത് മറ്റൊരു വ്യക്തിയെ കാണുവാൻ കഴിയത്തില്ല. സ്തോത്രം. അവനിൽ എന്തുണ്ട്? സ്നേഹമുണ്ട്, കരുണയുണ്ട്, സ്തോത്രം, വലിയ ദയയുണ്ട്, എല്ലാം ഒത്തിണങ്ങിയിരിക്കുന്നു. പലപ്പോഴും മനുഷ്യൻ മൃഗീയ സ്വഭാവം കാണിക്കുന്നു. പക്ഷെ ആ വാക്കുപോലും മനുഷ്യൻ്റെ കാര്യത്തിൽ തെറ്റാ. കാരണം മൃഗം ഇങ്ങനെ കാണിക്കത്തില്ല. കാണിക്കുമോ? മൃഗം കാണിക്കത്തില്ല. മൃഗം ഒരിക്കലും സ്തോത്രം ഹല്ലേലൂയ പട്ടാപ്പകല് അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തിട്ട് മൃഗം പോയി ആരെ ആക്രമിക്കത്തില്ല. പക്ഷെ മനുഷ്യൻ ചെയ്യുന്നത് അവിടെയാണ് ഞാൻ പലപ്പോഴും ആ മൃഗീയമായ കൊലപാതകം അല്ലെങ്കിൽ മൃഗീയമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, മൃഗം പോലും അങ്ങനെ ചെയ്യത്തില്ലല്ലോ. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ മൃഗീയ സ്വഭാവങ്ങൾ പൊങ്ങി വരാം. ദാവീദ് അതുകൊണ്ടാണ് പറഞ്ഞത്, നീ സ്തോത്രം നമ്മളൊന്ന് ഓർപ്പിക്കുക, ആരാ നീ? ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എൻ്റെ വചനം അതല്ല. ഞാനിവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എളുപ്പം ഓടി വന്നൊരു കഥ ഞാനൊന്ന് പറഞ്ഞിട്ട് സ്തോത്രം ഞാൻ മുൻപോട്ട് പോകാം. മനുഷ്യൻ്റെ ബുദ്ധിയും മനുഷ്യൻ്റെ വിവേകവും മനുഷ്യനോളം സ്തോത്രം ലോകത്ത് സ്തോത്രം. മൃഗങ്ങൾക്ക് ഓർമ്മശക്തി കൂടുതലാണ്. നമ്മളൊക്കെ ഈ ആനയുടെയൊക്കെ വാശിയൊക്കെ കേട്ടത് ഇപ്പോൾ പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. സ്തോത്രം. മനുഷ്യനെ പോലെ ബുദ്ധിയും വിവേകത്തോടെയും പെരുമാറുന്ന ദൈവത്തിൻ്റെ കാരണം അതിനൊരു കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ നിർമ്മിതിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 1980 മുൻപ് സ്തോത്രം ഈജിപ്തിലൊരു ഡോക്ടർ ജീവിച്ചിരുന്നു.
അദ്ദേഹത്തിൻ്റെ പേര് സിഡ്നി സ്മിത്ത് എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. അദ്ദേഹം ഈ ഫോറൻസിക് സർജന എന്ന് പറഞ്ഞാൽ കേസ് തെളിയിക്കുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു 3 എല്ല് കൊണ്ടു കൊടുത്തിട്ട് അവിടുത്തെ പോലീസുകാർ പറഞ്ഞ് ഒരു കിണറ്റിൽ നിന്ന് കിട്ടിയതാണ്, ഇതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ മനുഷ്യൻ്റെ ബുദ്ധിയാണ്, അത് ദൈവത്തിൻ്റെ ഒരു പ്രസൻസ്, ബുദ്ധി, നോളജിൻ്റെ പൂർണ്ണമായൊരു സൃഷ്ടിയാണ് നമ്മൾ. പലപ്പോഴും നമ്മളത് ഇല്ലാതാക്കിയ. അദ്ദേഹം വളരെ പ്രായമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം സിഡ്നി സ്മിത്ത് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ എല്ല് കൊണ്ട് കൊടുത്തിട്ട് പോലീസുകാർ ചോദിച്ചു, ഇത് എവിടുത്തെ ഒന്ന് പറയാമോ? അപ്പം അദ്ദേഹം ചിന്തിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞ്, ഇത് മനുഷ്യൻ്റെ അല്ല. പോലീസുകാർ കേട്ടിട്ട് പറഞ്ഞു, പുള്ളിക്ക് ഭ്രാന്തിലൊട്ടും കുറവില്ല. കാരണം ഒരു കുഴിക്കകത്തുനിന്ന്, ഒരു കിണറിനകത്തുനിന്ന് കിട്ടിയ 3 അസ്ഥികളാണ്. പക്ഷേങ്കിൽ അദ്ദേഹം ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. സ്തോത്രം. പറഞ്ഞത്, ഒന്ന്, ഇതൊരു സ്ത്രീയുടെ ഈ ഇടുപ്പിൻ്റെ അല്ല കിട്ടുന്നത്, ഇതൊരു സ്ത്രീയുടെ ബോണ അല്ല. 2, ഈ സ്ത്രീക്ക് 22-നും 24-നും ഇടയ്ക്ക് വയസ്സ് പ്രായമുണ്ട്. ഇതൊരു പ്രാവശ്യം പ്രസവിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു കാല്, ഇടതുകാല് തളന്തുള്ളതാണ്. പിന്നെ അടുത്തത്, ഈ സ്ത്രീ നിൽക്കുമ്പോൾ ആണ് വെടികൊണ്ട് മരിക്കുക. വെടികൊണ്ട് അന്നേരം മരിച്ചില്ല, കുറേ ദിവസം കഴിഞ്ഞാണ് മരിക്കുന്നത്. പുള്ളി പറഞ്ഞു കൊടുക്കുക. 3 അസ്ഥികൾ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വെടി വെക്കുന്ന ആൾ ഇരുന്നുകൊണ്ടാണ് വെടിവെച്ചത്. സ്തോത്രം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്. അപ്പം ഈ പറഞ്ഞത് ചില്ലറക്കാരനല്ല, ഒരു ഡോക്ടറാണ്, സയൻറ്റിസ്റ്റ്, അതായത് ഫോറൻസിക് സർജനാണ് പറഞ്ഞത്. സ്തോത്രം. നിങ്ങൾക്ക് ആ ബുക്ക് വായിക്കാൻ കിട്ടും. ഒരു പോലീസ് സർജൻ എന്ന് പറഞ്ഞ ഉമാദത്തിൻ്റെ ഒരു ബുക്കിനകത്ത് നിന്ന് ഞാൻ വായിച്ചതാണ്. സ്തോത്രം. അത് പുള്ളി പറഞ്ഞു കഴിഞ്ഞ് പോലീസുകാർ ഓക്കെ ഈ റിപ്പോർട്ടുകളെല്ലാം എഴുതി വെച്ചിട്ട് പോയി. അവരുടെ ആ ദേശത്തൊന്ന് ചുമ്മാ അതൊന്ന് പരതി, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ, ആരെങ്കിലും തളർന്ന് 25-നും 20-നും ഇടയ്ക്ക് പ്രായമുള്ള ഏതെങ്കിലും പെൺകുട്ടി മരിച്ചു പോയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരാളുടെ മോള് ചില മാസങ്ങളായിട്ട് അവിടെ കാണുവാനില്ല. സ്തോത്രം. അന്വേഷിച്ച് ചെന്ന് പറഞ്ഞതുപോലെ ശരിയാണ്, 22 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. അതിനൊരു കാല് തളന്താണ്, അതിനൊരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ചില മാസങ്ങളായിട്ട് കാണുന്നില്ല. ഈ പിതാവിനെ വിളിച്ച് ഇവരെ കാണാനില്ല, ആ ദേശത്ത് ഇവരെ കാണാനില്ല. ഇവരെ ഇവിടുന്ന് അവർ വേറെ ദേശത്ത് പോകണമെന്ന് പറഞ്ഞ് അവർ പോയി. അദ്ദേഹം മാറി താമസിച്ചു. അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത്, ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് ഈ നാടൻ തോക്കുണ്ടായിരുന്നു, താൻ മിറ്റത്തിരുന്ന് അത് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ വെടിപൊട്ടി. പക്ഷെ മോളടുത്ത് നിന്ന് കാര്യം പറയുമായിരുന്നു, അതിൻ്റെ ഈ ഭാഗത്ത് കൊണ്ടത് മരിച്ചു. കാരണം തോക്കിന് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് പോലീസിൽ അറിയിക്കാൻ പറ്റില്ല. ചെറിയ നാട്ടു ചികിത്സയൊക്കെ വെച്ച് ഈ കുറച്ച് ദിവസം കഴിഞ്ഞ്, ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ മരിച്ചുപോയ സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു പൊട്ടക്കിണറ്റിലിട്ടു. ശേഷം വെള്ളത്തിൻ്റെ ക്ഷാമം വന്നപ്പോൾ നാട്ടുകാർ ആ കിണർ തെളിയിക്കാൻ വന്നപ്പോൾ ഈ മനുഷ്യൻ ഇതറിഞ്ഞ് രായ്ക്ക് രാമായണം വന്ന് ബാക്കി എല്ലാ അസ്ഥികളും വാരി 3 അസ്ഥികൾ അവിടെ ഇട്ടിട്ട് പോയി. സ്തോത്രം. ദൈവമക്കളെ, അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, മനുഷ്യൻ ദൈവത്തിൻ്റെ നിർമ്മിതിയാണ്. അവൻ്റെ ബുദ്ധി എത്രത്തോളമാണെന്ന് ആ മനുഷ്യൻ്റെ കയ്യിലൊരു 3 എല്ല് മാത്രം കിട്ടിയപ്പോൾ, സ്തോത്രം, അത് മനുഷ്യൻ എങ്ങനെ മരിച്ചു എന്ന് പറയുവാൻ അത്രത്തോളം നോളജ് നമ്മുടെ ഉള്ളിൽ ദൈവം സംഗ്രഹിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ചില്ലറക്കാരല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഓർക്കും, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് വിവേകമില്ല. നിങ്ങൾ യാക്കോബിൻ്റെ പുസ്തകം ഒന്ന് പഠിക്കണം. യാക്കോബിൻ്റെ പുസ്തകത്തിൽ യാക്കോബ് പറയുന്നൊരു പദമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരാൾക്ക് ബുദ്ധി കുറവാണെങ്കിൽ ഇന്നോട് ചോദ്യര, ഞാൻ ഹല്ലേലൂയ സ്തോത്രം കൊടുക്കാമെന്ന് യേശു പറഞ്ഞേക്കുന്ന വാക്ക് അല്ലെങ്കിൽ അപ്പോസ്തലനായ യാക്കോബ് അത് പ്രസ്താവിക്കുക. കാരണം സ്തോത്രം, ഹല്ലേലൂയ, യാക്കോബിനറിയ യാക്കോബ് ആരായിരുന്നു എന്നുള്ളത്. സ്തോത്രം. നിങ്ങൾക്കൊരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ചോദിക്കും, ഞാൻ ജ്ഞാനത്തെ നിറച്ചു തരാം. യേശുവിന് അല്ലെങ്കിൽ നമ്മുടെ യഹോവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ജ്ഞാനം ചോദിക്കുക എന്നുള്ളത്. സ്തോത്രം. ഞാൻ അവിടെ നിന്ന് പോകട്ടെ. ഞാൻ ഈ കഥ പറയുവാൻ കാരണം നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച്, നമ്മുടെ മനുഷ്യൻ്റെ നോളജിനെക്കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വളരെ വലുതാണ്. പലപ്പോഴും നമ്മൾ മന്ദബുദ്ധി അടിച്ചിരിക്കുക, നമ്മൾ മന്ദബുദ്ധി കളിച്ചിരിക്കുക. നമ്മളല്ല. നമ്മുടെ ദൈവം മഹാജ്ഞാനിയാണ്. അതുകൊണ്ടാണ് സഹോദരൻ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അടുത്തത്, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. സ്തോത്രം. അതിലുള്ള താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ കാണുവാൻ കഴിയും. ഞാൻ അവിടെ നിൽക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രമില്ല. എന്നിൽ ഏൽപ്പിച്ച സമയത്തിനുള്ളിൽ തന്നെ ഇരിക്കണമെന്ന് ഞാൻ വളരെ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. സ്തോത്രം. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. മതിയച്ച. അതിൻ്റെ 9-ാമത്തെ വാക്യം പറയും. ആമേൻ. കർത്താവേ, തന്ന വചനത്തിനായ സ്തോത്രം. പ്രാർത്ഥനയുടെ സ്തോത്രം. ആമേൻ. സ്തോത്രം.
പറയുകയാണ്. അവിടെ 2 പദത്തിലും ഒരു പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ദൈവത്തിൻ്റെ നാമം എന്തെന്ന്? സ്തോത്രം, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മുടെ ദൈവദാസൻ്റെ വീട്ടിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ സ്തോത്രം ഞാൻ ഇങ്ങനെ ഓർപ്പിക്കാനിടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു ഞാനോ യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ? മോശയോട് ഒരിക്കൽ പറഞ്ഞു. മോശയോട് ചോദിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മോശയോട് പറയുകയാണ്, മോശ ദൈവത്തോട് ചോദിക്കും, നീ അങ്ങ് ആരാ? ഞാൻ അങ്ങയോട് പറയേണ്ട പേരെന്തോ? അങ്ങയുടെ നാമം എന്താ? അന്നേരം പറയാം, ഞാനാകുന്നു. സ്തോത്രം. ഇത് പറയാൻ നമുക്ക് പറ്റുമോ? എവിടെ പറ്റും? നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് തിരുത്തി പറയത്തില്ലേ? സന്ദർഭം വരുമ്പോൾ മാറത്തില്ലേ? പക്ഷെ മാറാത്തൊരു ദൈവം. അതുകൊണ്ടാണ് പറഞ്ഞത് ഐ ആം ദാറ്റ് ഐ ആം. അതിനകത്ത് വ്യക്തമായിട്ട് 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാനാകുന്നവൻ. സ്തോത്രം, ഹല്ലേലൂയ. അവരോട് പോയി പറ, അല്ലെങ്കിൽ പറവോനോട് പറ, ഞാനാകുന്നവൻ. അതുകൊണ്ടാണ് സ്തോത്രം അതിൻ്റെ ആ പദത്തിൽ ഞാൻ ആ 2 വാക്യത്തിലാണ് നിൻ്റെ നാമം എന്ന പദം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം, നിൻ്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ നാമം ശ്രേഷ്ഠമായിരിക്കുന്നു. നമുക്കത് മനസ്സിലാക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല. സ്തോത്രം, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷ തുടങ്ങുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ അത് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാനോ. നിങ്ങൾ ആ 5-ാം അധ്യായം ഒന്നെടുത്തേ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് എളുപ്പം കടന്നു അതിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മതി. അവിടെ ഒന്ന് കാണുന്നുണ്ട്, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ, ഞാനോ. അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ സെയിം ആവർത്തിക്കുക. എന്തുവാ? ഐ ആം ദാറ്റ് ഐ ആം. ഞാനോ. സ്തോത്രം പറയുക. അതിനുശേഷമാണ് സ്തോത്രം കർത്താവ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ നാമം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾക്കറിയാൻ കഴിയാത്തൊരു കാര്യമാണ്. അതിൻ്റെ 31-ന്റെ അവസാനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. അടുത്ത വീണ്ടും പറയാം, ഞാനോ. യേശുവിൻ്റെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് പറഞ്ഞ അതേ ദൈവം തന്നെ പറയുക, ഞാനോ. 34-ാമത്തെ വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുക, ഞാനോ. സ്തോത്രം, ഹല്ലേലൂയ. 39 വീണ്ടും ആവർത്തിക്കുക, ഞാനോ. 44 വീണ്ടും ആവർത്തിക്കുക, ഞാനോ എന്ന്. സ്തോത്രം, ഏകദേശം ഹല്ലേലൂയ സ്തോത്രം 6 പ്രാവശ്യം കർത്താവ് യേശു അടി വരയിട്ട് പറയാം. ഇതിനൊരു കാരണമുണ്ട്. അറിയത്തില്ല അവർക്ക് ഇവൻ ആരാണെന്ന്. യേശു ആരാണെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷേ പ്രൂഫ് ചെയ്ത് കൊടുക്കാൻ, നിങ്ങൾ തോറ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ കെതൂബിൻ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ നബീമ് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടോ? അവിടെ ഒരു വ്യക്തി എഴുതിയിട്ടുണ്ട്. മോശ പറഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ, ഐ ആം ദാറ്റ് ഐ ആം. ഞാൻ ആകുന്നെന്ന് ഞാൻ മോശയോട് പറഞ്ഞിട്ടില്ലേ? അതേ ഞാൻ തന്നെയാണ് ഇവിടെ നിന്ന് നിങ്ങളോട് പറയുന്നത്. ഞാനോ. 6 പ്രാവശ്യം പറയുക. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ അബിഗേലിനെ 1-ാം ക്ലാസ്സിൽ നഴ്സറി കൊണ്ട് ചേർത്തു. സ്തോത്രം, ഹല്ലേലൂയ. 4 ദൈവദാസന്മാരാണ് പ്രാർത്ഥിച്ചത്. ഇത് പറയുമ്പോൾ സ്തോത്രം ഞാൻ കണ്ണ് നിറയും. കാരണം ദൈവദാസനോട് ഞാൻ അന്നേരം പറയുവാനിടയായി തീർന്നു. അതിൻ്റെ പിന്നിലുള്ള ചില സംഭവങ്ങൾ. നമ്മൾ ഒന്നില്ലെന്ന് വിചാരിക്കുന്നൊരു ദൈവം 4 കരുതുന്നത്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇവിടെ കണ്ടോ, കർത്താവ് പ്രൂഫ് ചെയ്തുവാ 6 പ്രാവശ്യം അവിടെ കാണുന്നത്. പിന്നീട് അതിലുള്ള തുടർന്നുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. സ്തോത്രം, അല്ലേ. ഒരിക്കലൊരു മനുഷ്യനോട് യേശു പറഞ്ഞടാ, ഞാനാകുന്നു. ഒന്നെടുത്തേ, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം 9:5. സ്തോത്രം, കണ്ടോ, അവിടെയും പറയേണ്ട നാമം വെളിപ്പെടുത്തി കൊടുക്കുക. ഈ പൗലോസിന് അറിയാത്ത കാര്യമൊന്നുമല്ല. യഹോവയായ ദൈവം ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ പൗലോസിന് അറിയാത്തൊരു വ്യക്തിയൊന്നുമല്ല. പൗലോസിനെ തൊടാനൊരു കാരണമുണ്ട്. അതിൻ്റെ മേലുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇദ്ദേഹം എങ്ങോട്ടാണ്? യെരുശലേമിൽ നിന്നും ഡമസ്കോസിലോട്ട് പോവുക. ഏകദേശം 350 കിലോമീറ്റർ ഇന്ന് റോഡ് മാർഗ്ഗം സഞ്ചരിച്ചാൽ. അന്ന് ചിലപ്പോൾ അത്ര ഇല്ലെന്ന് വിചാരിക്കാം. സ്തോത്രം, എങ്ങനെ പോയാലും 300 കിലോമീറ്റർ കൂടുതലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവിടെ ചെന്ന് അവിടുത്തെ
യേശുവിൻ്റെ ശിഷ്യന്മാരെ കെട്ടി വരിഞ്ഞ് എവിടെ കൊണ്ടുവരണം? യെരൂശലേമിൽ കൊണ്ടുവരണം. നോക്കിക്കണം, നാമും അറിയാവുന്നവൻ ചെയ്യുന്ന പണിയാ. ദൈവം തൊടാതിരിക്കുമോ? സ്തോത്രം, ഹല്ലേലൂയ. അവിടെ കാണുന്നത് ഇങ്ങനെയാ, ആ യാത്രയിൽ അങ്ങോട്ട് കുതിരപ്പുറത്തോ ഇല്ലെങ്കിൽ ഇവർ കഴുതയിലോ എന്തെങ്കിലും ആയിരിക്കും ഇവർ പോകുന്നത്. നീ ശ്രദ്ധിച്ചു നോക്കിക്കേ, തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? ഇവരെ കെട്ടിവലിച്ച്, ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കഴുതയുടെ പുറകിൽ കൂട്ടം കൂട്ടമായി കെട്ടിച്ച് 300 കിലോമീറ്റർ ഓടിച്ച് വേണം ഈ യേശുവിൻ്റെ ശിഷ്യന്മാരെ കൊണ്ടുവരുവാൻ. അവിടെ വെച്ച് അതിൻ്റെ യേശുവിനെ വട്ടമിട്ട് പിടിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മളെ സഹായിക്കാൻ ആരാ? സ്തോത്രം, നമ്മളെ സംരക്ഷിക്കാൻ ആരാ? സ്തോത്രം, ഹല്ലേലൂയ. അതിന് വേറെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. അതിൻ്റെ 4 തൊട്ടൊന്ന് വായിച്ചേ ദേവദാസനെ. മതി മതി മതി. അവിടെ ചോദിക്കുന്നൊരു ചോദ്യം, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? എൻ്റെ നാമത്തിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾ നീ എന്നെ സത്യത്തിൽ ഈ ശൗൽ ആരെ ഉപദ്രവിക്കാനാണ് പോകുന്നത്? ശിഷ്യന്മാരെയല്ലേ. പക്ഷെ യേശു പറയുന്നത് എന്തുവാ? നീ എന്നെ തൊടുന്നത് എന്തുവാണെന്ന്. അപ്പം നമ്മൾ ആരാ? അവൻ്റെ കണ്ണിന് നിങ്ങൾ എൻ്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ വ്യക്തമായിട്ട് എഴുതിയേക്കോ. നമ്മൾ പലപ്പോഴും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ പലപ്പോഴും നമ്മുടെ ബലം മനസ്സിലാക്കുന്നില്ല. ഇവിടെ എഴുതിയേക്കുന്ന പദം ഇങ്ങനെയാ, നീ എന്നെ തൊടുന്നത് എന്താ? യേശുവിനെ ആണോ തൊട്ടത്? അല്ലല്ലോ. ശിഷ്യന്മാരെ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നവർ ദമസ്കോസിലുണ്ട്. അവരെ കെട്ടിവരിഞ്ഞ് യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാനാണ് യേശു പോകുന്നത്, ശൗല് പോകുന്നത്. അപ്പോൾ യേശു ചോദിക്കുക, നീ എന്നെ തൊടുന്നത് എന്തുവാടാ? കണ്ടോ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഹല്ലേലൂയ, നമ്മുടെ ദൈവം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രമല്ല, സാധാരണ ദൈവമല്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ തൊടുന്നത് എങ്ങനെയാ? നീ എൻ്റെ നേരെയാണോ ഈ ബമ്പ് പറയുന്നത്? നീ എൻ്റെ നേരെയാണോ മുണ്ടും മടക്കി കുത്തി ഇറങ്ങുന്നത്? നീ എൻ്റെ നേരെയാണോ? സ്തോത്രം. അത് തന്നെയാണ് യേശു ഇവിടെ പ്രൂഫ് ചെയ്ത് കൊടുക്കുക. സ്തോത്രം, ഹല്ലേലൂയ. തുടർന്നുള്ള അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ, 5-ാമത്തെ വാക്യത്തിന് അവസാനം നമ്മൾ കണ്ടത്. യേശു പറയുക, എൻ്റെ പേരെന്തുവാ? അല്ലയോ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ഉൽപ്പത്തി പറഞ്ഞ അതേ പേര് തന്നെ, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ അതേ പേര് തന്നെ ഒരുത്തനെ വീണ്ടെടുക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ്. സ്തോത്രം. അത് തുടർന്നുള്ള വാക്യങ്ങളൊക്കെ കാണും. അനന്യാസി എന്ന് പ്രാർത്ഥിക്കുന്നതും, സ്തോത്രം, വീണ്ടെടുക്കുന്നതും, നിന്നെ നല്ല മാനപാത്രമാക്കി മാറ്റുന്നതൊക്കെ പിന്നീടുള്ള പൗലോസിൻ്റെ ഒരു രൂപമാറ്റമായിരുന്നു. സ്തോത്രം. ഈ പൗലോസ് മനസ്സിലാക്കി, ആരാ ഞാൻ? നമ്മൾ മനസ്സിലാക്കണം, എന്നെ വിളിച്ച ദൈവത്തിൻ്റെ നാമം എന്താ? സ്തോത്രം, ഹല്ലേലൂയ. എന്നെ വിളിച്ച ദൈവം ചില്ലറക്കാരനല്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ, പിന്നെ ആരാ മനസ്സിലാക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ മനസ്സിലൊരു കാര്യം പറയാനിടയായിത്തീർന്നു, ഒരു പ്രാർത്ഥന വിഷയം പറയാനിടയായിത്തീർന്നു. കാരണം ഞാൻ ആ പ്രാർത്ഥന വിഷയത്തിന് ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാൻ അതിനിരിക്കട്ടെ? കർത്താവിന് ഇഷ്ടമാണ്, ഒന്ന് ചോദിച്ചിട്ടൊന്ന് ഇരുന്നേ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ, സ്തോത്രം, ഹല്ലേലൂയ, എവിടെയെങ്കിലും പോകണമെന്ന് നമ്മളോട് ചോദിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? അവൻ എന്നോട് ചോദിച്ചിട്ടല്ലയോ പോയത്, പോയിട്ട് മോനെ എളുപ്പം വാ എന്ന് പറയത്തില്ലേ? അതേസമയം നീ എവിടെ പോവാ? ഞാൻ അവിടെ നീ പോകണ്ടെന്ന് പറയും. നല്ല അപ്പനും അമ്മയെ പറയും, നീ അവിടെ ഇനി എങ്ങും പോകണ്ടെന്ന് പറയും. പക്ഷെ ചോദിക്കുമ്പോൾ നല്ല അപ്പനും അമ്മയാണെങ്കിൽ, സ്തോത്രം, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഏത് ചെറുതും വലുതുമായ തീരുമാനങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നെങ്കിൽ, നാമം അറിയാവുന്ന നമ്മൾ ആ നാമത്തോട് ചോദിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ വഴി നടത്തുവാൻ ഇടയായിത്തീരും. അല്ലെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ദമസ്കോസിൽ ശിഷ്യന്മാരുടെ ഒപ്പം ഇരുന്ന് ദൈവത്തെ സാക്ഷി ചെയ്യുന്നത് കാണുവാൻ ഇടയായിത്തീരുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അനന്യാസിനോട് പറയുമ്പോൾ അനന്യാസ് പറയുന്നൊരു പദമുണ്ട് യേശുവിനോട്. എന്നെ വളരെ ചിന്തിച്ചു. നമ്മളായിരുന്നെങ്കിൽ രണ്ട് സ്തോത്രം സഹോദരങ്ങളെ വിളിച്ച് ചാടി ഇറങ്ങിയ അനന്യാസ് പറയാം, ഞാൻ പോകത്തില്ല. അവിടെ യേശു പറയാം, ഞാൻ പോകത്തില്ല. അവൻ ആരാ? സ്തോത്രം, അല്ലെ, ശിഷ്യന്മാർക്കെതിരെ നിൽക്കുന്നവനാ. സ്തോത്രം. യേശു പറയുന്നത്. പക്ഷേ അനന്യാസ് പറയാം, കർത്താവേ, എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എന്താ? ഭയങ്കര ഖത്തർനാക്കാ, അവൻ ഭയങ്കര ഡേഞ്ചറാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളായിരുന്നെങ്കിൽ വിടുതൽ, ഒരു വിടുതൽ ഒരുത്തനെ നേടാന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയതിന് ഇല്ല. കർത്താവിനോട് കാര്യം പറഞ്ഞു കൊടുത്തു. കർത്താവ് പറഞ്ഞു, അല്ലെന്നേ. നമ്മുടെ ദൈവം എന്ത് നമ്മൾ വിചാരിക്കും, നമ്മൾ ഭയങ്കര പേടിയോടെ അല്ലെന്നേ. ഒന്ന് അടുത്ത് ചെന്നിട്ട്, അപ്പാ, എൻ്റെ കാര്യം ഒന്ന് നടത്തി തരാമോ? സ്തോത്രം, നാമത്തോടൊന്ന് പറ. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നടത്തി തരാമോ?
എൻ്റെ വിഷയത്തിന് പരിഹാരം തരാമോ? അനന്യാസം അത് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ എന്ന് പറയും, ഒരു കൊച്ചു കുഞ്ഞ് പിണങ്ങുന്നത് പോലെ, പറ്റത്തില്ല, എനിക്ക് പോകാൻ പറ്റത്തില്ല. അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ് കേട്ടോ. എന്നാലും പറയും, മോനെ പോടാ, ഞാനാ നിന്നെ വിടുന്നത്. സ്തോത്രം, എൻ്റെ നാമം നിന്നോട് കൂടെയുണ്ട് പറഞ്ഞയച്ച്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിനെ അഭിഷേകം ചെയ്യുവാൻ, കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരു ചെറിയ മനുഷ്യനെ ദൈവം, സ്തോത്രം, ഹല്ലേലൂയ, തിരഞ്ഞെടുത്ത് അനന്യാസിനെ. അതിനോട് തുടർന്നുള്ള വാക്യങ്ങളൊക്കെ കാണുമ്പോൾ സ്തോത്രം, ഇന്നും അനന്യാസിൻ്റെ പേര് സംസാരിക്കാൻ കാരണം ചാടി ഇറങ്ങാത്തൊരു മനുഷ്യനാണ്. അവൻ അവിടെ നിന്നൊരു കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഇന്ന കാരണങ്ങളുണ്ട്. സ്തോത്രം, അവൻ്റെ നാമത്തിൻ്റെ വില അറിയാവുന്നവരാണ്. ഒരു സ്തോത്രം വിഷയം കൂടെ പറഞ്ഞ് ഞാനിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം. സ്തോത്രം, അവൻ്റെ നാമത്തെ അറിയാത്തവൻ ചെയ്തൊരു തെറ്റ്. സ്തോത്രം, 26-ാം അധ്യായം 64-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 26. ആ ആ ആ മതി. യേശുവിനെ പിടിച്ച രാത്രിയിൽ പിറ്റേ ദിവസം വെളുപ്പിനെ, സ്തോത്രം, കയ്യഫാവിൻ്റെ മുൻപിൽ കൊണ്ടുവച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സന്ദർഭമാണിത്. സ്തോത്രം, അവിടെ വെച്ച് കയ്യഫാവ് കുറേ പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ദൈവപുത്രനാണോ കുറേ പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. യേശു റെസ്പോണ്ട് ചെയ്യുന്നില്ല. യേശു അതിനൊരു മറുപടിയും പറയുന്നില്ല. സ്തോത്രം, സത്യം പറഞ്ഞാൽ യേശുവിനെ ഈ പുള്ളി ഒന്ന് ദേഷ്യപ്പെടുത്തി ചോദിക്കുക. സ്തോത്രം, ഇതേ സംഭവം തന്നെ നമുക്ക് കാണുന്നുണ്ട്. ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ, സ്തോത്രം, ഈ ശമൂവേൽ ഒരു ദർശനം കാണുമ്പോൾ ഈ ഏലി എന്നിട്ട് പറയുന്നുണ്ട്, നീ കണ്ടത് എന്തുവാ? സത്യത്തിൽ പറയാൻ ശമൂവേലിന് ഭയമാണ്. ശമൂവേലിനോട് അതായത് ലൂപ്പ് പോയിന്റ് കയറി അങ്ങ് പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ ദൈവം പറഞ്ഞത് എന്നോട് പറയാതിരുന്നാൽ ദൈവം തക്കം നിന്നോട് ചെയ്യട്ടെന്ന്. പിന്നെ പറയാതിരിക്കാൻ തരമില്ല. ഇത് തന്നെയാണ് കയ്യഫാവ് ഇവിടെ ചെയ്തത്. കയ്യഫാവ് അതിൻ്റെ 63-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്. സ്തോത്രം, അതിൻ്റെ ഇങ്ങനെ കാണുന്നത്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു. ഇതിൽ യേശു വീണു. യേശുവിന് മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ല. യേശുവിന് നല്ലൊരു യഹൂദന് അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ മറുപടി പറയാതിരിക്കാൻ തരമില്ല. ഒരൊറ്റ മറുപടി, ഒറ്റ ചോദ്യം, 3 മറുപടി. എന്താ പറഞ്ഞത്? 1, യെസ് ഐ ആം. അവിടെ യേശു അവനോട്, ഞാനാകുന്നു, എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്, ഞാനാകുന്നു. സ്തോത്രം, അവിടെ ഇങ്ങനെ കാണുന്നത്, ഞാനാകുന്നു. 1. 2, സ്തോത്രം, മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. 2ാമത്തെ മറുപടി. 3ാമത്തെ മറുപടിയാണ്, സ്തോത്രം, അവൻ ആകാശമേഘങ്ങളിൽ വരും. 3 മറുപടി. സ്തോത്രം, ഇത് പറഞ്ഞു തീരുകയും ഈ പുള്ളിയുടെ കൺട്രോൾ കയ്യിൽ നിന്ന് വിട്ടു. ആരുടെ? കയ്യഫാവിൻ്റെ കൺട്രോൾ കഴിഞ്ഞു. അടുത്ത വായിച്ചാട്ടെ. ആ ആ ആ മതി. ചില്ലറക്കാരനല്ല ഈ വസ്ത്രം വലിച്ചു കീറിയത്. അതായത് ദൈവത്തിൻ്റെ നാമം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പുരോഹിതൻ അവൻ്റെ വസ്ത്രം വലിച്ചു കീറി. പുരോഹിത ശുശ്രൂഷ നശിച്ചു, തീർന്നു അവിടെ വെച്ച്. സ്തോത്രം, നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലേവ്യ പുസ്തകത്തിൽ, സ്തോത്രം, കൊടുക്കുന്ന സമയത്ത് യഹോവയായ ദൈവം പറയുന്നുണ്ട്, 1, പുരോഹിതൻ്റെ തലമുടി വലിച്ചു പറിക്കല്ലേ, നിന്റെ ശുശ്രൂഷ നശിക്കും. 2, നിന്റെ വസ്ത്രം നീ വലിച്ചു കീറരുത്, നിന്റെ ശുശ്രൂഷ പോകും. സ്തോത്രം, ലേവ്യ പുസ്തകം 10-ാം അധ്യായം 6-ാമത്തെ വാക്യം, 21-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യമാണ് ഈ 2 വിഷയങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. ഇതിലൊന്ന് നീ ചെയ്താൽ നിന്റെ ശുശ്രൂഷ ഇവിടെ വെച്ച് തകർന്നു. കണ്ടോ, നാമം എന്തെന്നറിഞ്ഞപ്പോൾ ഇവന് ലെവല് കിട്ടും. ദൈവമക്കളെ, നാമം എന്തെന്നറിഞ്ഞവൻ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പിന്നോട്ട് പോയാൽ, സ്തോത്രം, നമ്മളുമേലുള്ള അഭിഷേകം, നമ്മളുമേലുള്ള ശക്തി, ദൈവം തന്നിരിക്കുന്ന കൃപകൾ നഷ്ടപ്പെട്ടു പോകും. അത് തന്നെയാണ് ഒരു പുരോഹിതൻ യേശു പറഞ്ഞ വാക്കിന്, സ്തോത്രം, അല്ലെങ്കിൽ അവൻ ശരിക്കും പറഞ്ഞാൽ വികാരാതീതനായി. സ്തോത്രം, അല്ലെങ്കിൽ അവൻ്റെ ശുശ്രൂഷ അവിടെ വെച്ചു. അവൻ്റെ ശുശ്രൂഷ അവിടെ വെച്ചിട്ട് അവൻ, സ്തോത്രം, ദേഷ്യത്തിന് അവൻ്റെ കുപ്പായം വലിച്ചു കയറി അവൻ്റെ ശുശ്രൂഷ നശിച്ചു പോയി. ഈ നാമത്തിന് പ്രത്യേകത അതോടുണ്ടെന്ന് ചിന്തിച്ചോണം. നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, അവൻ്റെ നാമം നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അല്ലെങ്കിൽ ഇത് തന്നെയാണ് കയ്യഫാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. തൻ്റെ ശുശ്രൂഷ, തൻ്റെ പുരോഹിത ശുശ്രൂഷ അവിടെ വെച്ച് തീരുകയാണ്.
സ്തോത്രം. താൻ ആ ഉടുപ്പ് വലിച്ചു കീറി കഴിഞ്ഞപ്പോൾ തൻ്റെ ശുശ്രൂഷ നശിച്ചു പോയി. ദൈവം ഇതിലെ സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ ഏത് കൂട്ടത്തിലാണ് വരുന്നത്? സ്തോത്രം ഹല്ലേലൂയ. ശൗലിൻ്റെ കൂടെ അവൻ്റെ നാമം, ശ്രേഷ്ഠമായ നാമം തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നവരുടെ കൂട്ടത്തിലാണോ? ഈ നാമം എടുത്തിട്ട് സ്തോത്രം ഹല്ലേലൂയ പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലാണോ? നമുക്കിന്ന് പകൽക്കാലം നമുക്കിന്ന് ചിന്തിക്കാം. സ്തോത്രം ഹല്ലേലൂയ. 8-ാം സങ്കീർത്തനത്തിൻ്റെ സ്തോത്രം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ സ്തോത്രം ഹല്ലേലൂയ, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഈ ശ്രേഷ്ഠമായ നാമത്തിൻ്റെ മുൻപിൽ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ആയിരിക്കാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട് 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവും. അതിൻ്റെ 9-ാമത്തെ വാക്യം. ഈ ശ്രേഷ്ഠമായിരിക്കുന്നത് ആർക്കാ? ആ പുരോഹിതനല്ല. സ്തോത്രം. ദൈവത്തിൻ്റെ വഴി മാറിപ്പോയ പുരോഹിതനല്ല, ദൈവത്തിൻ്റെ വഴി അനുസരിച്ച ശൗലിനെ പോലെ സ്തോത്രം തൻ്റെ സകല കുപ്പായങ്ങളും ഊരി വെച്ചിട്ട്, തൻ്റെ സകല മാനം ഒക്കെ ഊരി വെച്ചിട്ട് കർത്താവിനെ അനുസരിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ ആ മറ്റേ കുപ്പായം ഊരി മാറ്റിയിട്ട് ഈ കുപ്പായം കിട്ടുമ്പോൾ വലിയ പ്രൗഢിയൊക്കെ കിട്ടും. എങ്ങും കിട്ടത്തില്ല. സ്തോത്രം. മേളിൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ സ്തോത്രം ഹല്ലേലൂയ മേളിൽ നിന്ന് വാങ്ങുന്നവരായി തീരണം. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ കാണുവാനിടയായിത്തീരുന്നത്. അതുകൊണ്ടാണ് ദാവീദ് ഇവിടെ പറയുന്നത്, നിന്റെ നാമം എത്ര ശ്രേഷ്ഠമാണ്. ദാവീദിന് ഇത് പറയുവാൻ കഴിയും. ഹല്ലേലൂയ, വനാന്തരത്തിൽ കിടന്നൊരു മനുഷ്യനാണ് ഞാൻ, പക്ഷേ എന്നെ കൊണ്ടുവന്ന് ഈ രാജകൊട്ടാരത്തിൽ, ഈ സിംഹാസനത്തിൽ ഇന്ന് എന്നെ ഇരുത്തിയിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അവൻ്റെ നാമം ശ്രേഷ്ഠമാണ്. ആ നാമം ഞാൻ ശ്രേഷ്ഠമായ നാമം ശിരസാൽ ഞാൻ തലയിൽ എടുത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. അതിൻ്റെ അവസാന വാക്ക് ഒന്നുകൂടെ വായിക്കുന്നു, ഞങ്ങളുടെ കർത്താവായ യഹോവേ. നമ്മൾ പറയണം, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് സമയം തന്ന പ്രിയ ദൈവദാസുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവവചനത്തിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.